അയ്യോ, സമയം 7:30 അവൾ ഇതുവരെ എണീച്ചില്ല. വിളിച്ചില്ല, അവിടെ തന്നെ കിടന്നോളൂ. മോളെ കുക്കി, എണീക്ക്. സമയം എന്തായെന്ന് വല്ല അറിയാവോ? എണീറ്റേ. ആ ബെസ്റ്റ്. അമ്മ വിളിക്കുന്ന അവള് കേട്ടിട്ട് പോലുമില്ല. പിന്നെയാ ഞാൻ വിളിക്കാം അമ്മി. ഇനി സ്റ്റെപ്പ് കയറി വരണ്ട. മേല് വേദന മാറിയിട്ടില്ല എന്ന് എനിക്കറിയാം, അതാ പറഞ്ഞ. വേണ്ട, നീ വിളിക്കാൻ പോയാ ഞാൻ എന്തായാലും കയറി വരേണ്ടി വരും. അപ്പോ ഞാൻ തന്നെ വിളിക്കാൻ പോകുന്നതല്ലേ നല്ലത്. മോൻ ചെല്ലേ, റെഡിയാകാൻ നോക്ക്. ഇല്ല അമ്മി, ഞാൻ വിളിച്ചോളാം. കുഴപ്പമൊന്നും ഉണ്ടാക്കത്തില്ല. ദേ പോയി ദേവന്. ശരി, പ്രശ്നം ഉണ്ടാക്കല്ലേ. ഇന്നലെ രണ്ടും നിന്ന് ഇതുവരെ മറന്നിട്ടില്ല. അങ്ങനെ മറക്കാനാ വേദന സമ്മതിക്കുന്നില്ല. എന്റെ നാട്. നിനക്ക് ഡാൻസ് കളിക്കാൻ അറിയോ? ഇല്ലല്ലോ. എന്റെ ഡാൻസിന് കുറ്റം പറയാൻ മാറണ്ട. പിന്നെ ഇതിനെ ആരാ ഡാൻസിന് വിളിച്ചത്? ഇതെന്തോ ചവിട്ടുനാടകം പോയിട്ടു. ആടാ, എനിക്കതെങ്കിലും കളിക്കറിയാം. നിനക്കെന്തറിയാം? കേട്ടാ പട്ടി വരെ ഓടുന്ന പോലത്തെ ഒരു പാട്ട്. കുരുട്ടെ, എന്റെ പാട്ടിനെ പറഞ്ഞാണ്ടല്ലോ. പറഞ്ഞ നീ എന്ത് ചെയ്യണം മരപ്പെട്ടി? ഇനി ഇന്ന് ഞാൻ മമ്മി ഇപ്പൊ ഫ്ലോറ് തുടച്ചിട്ട് പോരേ ഉള്ളൂ. നിനക്കുള്ള പണി ഞാൻ ഇപ്പൊ തരാം. മമ്മി, മമ്മി, ഇത് നോക്കിയാ മമ്മി. അയ്യോ മമ്മി, ഇച്ചാ പിടിച്ചേ. അയ്യോ മമ്മി, എന്തേലും പറ്റിയോ? ഓ, എന്തിനാ കത്താതെ എനിക്ക് ഇങ്ങനെ രണ്ടെണ്ണത്തിന് തന്നത്? വേണ്ടായിരുന്നു. അങ്ങേർക്ക് വല്ലതും അറിയണം. അങ്ങ് അമേരിക്കയിൽ പോയി കിടന്നാ മതിയല്ലോ. എന്റെ നടു. അടിയുണ്ടാക്കാണ്ടിരുന്നാ മതിയായിരുന്നു. വെള്ളം കോരി തലയിൽ ഒഴിച്ചാലും വേണ്ട. ഇനി മമ്മി സീനാക്കും. തൽക്കാലം വിട്ടേക്കാം. ഓക്കെ, ഇപ്പൊ സമയം 7:45. 8:30 ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. വന്നാൽ കൊണ്ടുപോകാം, ഇല്ല ഞാൻ പോകും. ബസ്സിന് കയറി വരേണ്ടി വരും. അയ്യോ, അത്ര സമയായോ? എന്റെ മമ്മി ഒന്ന് വിളിക്കാൻ പാടില്ലായിരുന്നു. എന്റെ ടൈം മൊത്തം പോയി. നോക്കി, ഇന്ന് നല്ല ദിവസമായിട്ട് എന്റെ വായിന്നൊന്നും കേൾക്കരുത് കേട്ടോ. വിളിച്ചോണ്ട് രാവിലെ വെള്ളം പറ്റി. അതെങ്ങനെയാ? രാത്രി കണ്ട ഡ്രാമ മൊത്തം കണ്ടോണ്ടിരിക്കും. അങ്ങനെ ടൈം മൊത്തം കളയും. എന്നിട്ട് രാവിലെ ആവുമ്പോ അവളുടെ ഒരു ഉറക്കം. അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ല. മമ്മി, ഇച്ചാനവിടെ ഇനിയെങ്ങാനും പോയാ? ഇല്ല, പപ്പ വിളിച്ചു. അതുകൊണ്ട് അവൻ ഫോൺ വിളിക്കാനായിട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ വരും. വേഗം മുട്ടി വെച്ചോ, ഇല്ലെങ്കിൽ അതിന് സമയം കിട്ടിയെന്ന് വരും. ആ പപ്പ, ഞാൻ കൊടുക്കാം. ഓക്കെ എന്നാ പപ്പ. ഹലോ പപ്പേ, പോയിട്ടൊന്നും വിവരമില്ലല്ലോ. എന്തുണ്ട്, സുഖാണോ? എനിക്ക് സുഖാണ്. പക്ഷേ അതവിടെ നിൽക്കട്ടെ. കോളേജിലൊക്കെ പോവാൻ റെഡിയായോ? ആ, റെഡിയായി. ഫോൺ കട്ട് ചെയ്താ അപ്പ ഇറങ്ങും. കുക്കി, ഫസ്റ്റ് ഡേ ആണ്. കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ. നിങ്ങളുടെ നിർബന്ധം കാരണം കോളേജിൽ ആരോടും പറഞ്ഞിട്ടില്ല നിങ്ങൾ എന്റെ മക്കളാണെന്ന്. അവനവിടെ 2 വർഷം പഠിച്ചിട്ട് എനിക്കും അവനും ഒരു കുഴപ്പവും ഉണ്ടായില്ല. പക്ഷെ നീ അവിടെ ചേർന്ന മുതൽ എനിക്ക് ടെൻഷനാണ്. പപ്പ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട. ഞാൻ നല്ല കുട്ടിയായിരുന്നോളാം. പോരെ, ഇച്ചാൻ പഠിച്ച പോലെ ഞാനും പഠിച്ചോളാം. അവൻ തന്നെ ഉള്ളപ്പോ പേടിക്കണ്ടായിരുന്നു. നീയും അങ്ങോട്ട് ചെന്നാ രണ്ടും പരിസരം പോലും നോക്കാതെ അടിയുണ്ടാക്കും. ഈ ഡയലോഗ് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. എന്റെ കർത്താവേ, ഈ രണ്ടും കൂടി ഒരുമിച്ച് കോളേജിലേക്ക് പോയി കഴിഞ്ഞാൽ ആ കോളേജ് തലകുത്തി വെക്കും. അവൻ തന്നെ ഉള്ളപ്പോ പേടിക്കണ്ടായിരുന്നു. നീ അങ്ങോട്ട് ചെന്നാൽ രണ്ടും പരിസരം പോലും നോക്കാതെ അടിയുണ്ടാക്കും. എനിക്ക് ഉറപ്പാ. ഓ, അപ്പൊ മമ്മി പറഞ്ഞ ഞാൻ കേക്കില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് മമ്മി പപ്പയെ കൊണ്ട് വിളിപ്പിച്ചതാളേ. കൊള്ളാം. എന്തായാലും ഞാനൊന്ന് ആലോചിക്കാം. പോട്ടെ മമ്മി പപ്പ, ബൈ. ചെയ്യാ, പോകാം. ഇന്നു മുതൽ അന്നാമിയും കൂടി ഉണ്ടല്ലോ. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ അന്നാമെന്ന് വിളിക്കരുതെന്ന്. എനിക്കൊരു പേരുണ്ട്, ആൻഡ്രിയ. അത് പറ്റില്ല, കുക്കിന്ന് വിളിച്ചോ. അന്നാമെന്ന് വിളിക്കല്ലേ. പുതിയതായിട്ട് കോളേജ് വന്നിട്ട് എന്റെ വില കളയൂലോ. ഓ, അതൊക്കെ ഭയങ്കര പാടാ. ഞാൻ അന്നാമെന്നേ വിളിക്കൂ. അതൊക്കെ വിട്. ആദ്യം വന്നില്ലേ? അവൻ വന്നു. ഞങ്ങൾ കുറച്ച് ബിസി ആയിരുന്നു. അപ്പോഴാണ് നീ വന്നത് കണ്ടത്. അപ്പോ ഞാൻ ഇങ്ങോട്ട് പോന്നു. അവൻ ബാക്കി കണ്ടിന്യൂ ചെയ്യുക. ഇന്ന് കോളേജിലെ ഫസ്റ്റ് ഡേയാ. ഒത്തിരി പുതിയ പിള്ളേരുണ്ട്.
ഞങ്ങക്ക് അവരെ റാഗിയണ്ടേ, അത് ഭയങ്കര പണിയാ. അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ബിസിയാ. റാഗിങ്ങോ? അത് ഈ കോളേജിൽ അലൗഡ് അല്ലാന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ? എന്നിട്ട് എന്നെ റാഗിയോ? ഞാനും ഒരു ഫസ്റ്റ് ഇയർ ആണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കും എന്നെ റാഗിയണ്ടേ? അങ്ങനെ നിയമമൊക്കെ ഉണ്ട്, പക്ഷേ ഞങ്ങളത് നോക്കുന്നില്ല. പിന്നെ നിന്നെ റാഗിയാത്തത് നിന്റെ കോളേജായിട്ട് നിന്നെ റാഗിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് തൽക്കാലം വേണ്ടാന്ന് വെച്ചതാ. അതിന് ചെറിച്ചാനും ആൽവിനിച്ചാനും കണ്ട് വേറെ ആർക്കറിയുന്നത് ഞങ്ങളുടെ കോളേജാണ്. അതും ശരിയാണ്. ആ, വേറെ ആരുടെ റാഗിയ വന്നല്ലേ നീ ചെറിന്റെ ആളാന്ന് പറഞ്ഞാൽ മതി, അപ്പൊ അവര് പൊക്കോളും. ആ, എന്നിട്ട് വേണം നമുക്ക് വഴിയും പോണ തല്ലും കൂടി കിട്ടാൻ. ആൽവിനിച്ച എന്താണ് ഒരു മൈൻഡ് ഒന്നും ഇല്ലല്ലോ? അതിനിപ്പോഴല്ലേ കുക്കിമോളെ ഞാൻ നിന്നെ കണ്ടത്. ആ, അതുകൊണ്ട് ഞാൻ വെറുതെ വിട്ടേക്കണ്. അതെ, സംസാരിക്കില്ലക്ക് ഇനി സംസാരിക്കാം. ക്ലാസ് തുടങ്ങാറായി. ആ ബ്ലോക്കിലാ നിന്റെ ക്ലാസ്. ചെല്ല്. ആയിക്കോട്ടെ. ആ, പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. എനിക്ക് വയ്യ ഇനി അതും കൂടി പരിഹരിക്കാൻ. നീ പോടാ, നീ പോയി നിന്റെ കാര്യം നോക്ക്. എക്സ്ക്യൂസ് മീ, ഈ BA ലിറ്ററേച്ചറിന്റെ ക്ലാസ് എവിടെയാണെന്നറിയോ? ഇതേതാ കുട്ടി? ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ, പുതിയതാന്ന് തോന്നുന്നു. ഓ, അറിയാലോ. അതിനു മുമ്പ് എന്താ കുട്ടിയുടെ പേര്? എന്റെ പേര് ദിയ എന്ന ചേട്ടാ. ഓ, ദിയ, നൈസ് നെയിം. വാ, കുട്ടിക്ക് ഞാൻ കാണിച്ചു തരാം ക്ലാസ്. ഓ, വേറൊന്നില്ല, ഞാൻ എന്തായാലും അങ്ങോട്ടല്ലേ, ഞാൻ കാണിച്ചു കൊടുത്തോളാം. ഓ, ഇവിടെ ഇതുവരെ പോയില്ലായിരുന്നു. എന്നാ ശരി ചേട്ടാ, ഞാൻ ഇവളുടെ കൂടെ പൊക്കോളാം. ഓക്കെ ദിയ, എന്നാ ശരി, നമുക്ക് പിന്നെ കാണാം. പോട്ടെ അൽവിനി ചായ. ചെല്ലു ചെല്ലു. എന്താടാ, നിന്റെ പെങ്ങൾക്ക് നിന്നെ ചൊറിഞ്ഞു മതിയാകുമ്പോ ഞങ്ങളുടെ നെഞ്ചത്തേക്കാണോ? അയ്യോ, ആങ്ങളെയാണെങ്കിൽ ഒരു മനുഷ്യനെ നോക്കുകയോ ഇല്ല, പെങ്ങളാണെങ്കിൽ ഞങ്ങൾ നോക്കുന്നതിനൊക്കെ സമ്മതിക്കുകയോ ഇല്ല. ഓ, ഇത്ര നാളെ നിന്നെ മാത്രം സഹിച്ചാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ അതിനെ കൂടെ സഹിക്കണ്ടല്ലെന്ന് ഓർക്കുമ്പോഴാ. ഓ, എൻ്റെ കർത്താവേ. ദിയെന്നാണല്ലേ പേര്? അവിടെ അൽവിനിച്ചനോട് പറയണ ഞാൻ കേട്ടു. എന്തായാലും എൻ്റെ പേര് ആൻഡ്രിയ, ആൻഡ്രിയ ആൻഡ് ജോസഫ്. ഓ, ആൻഡ്രിയ അല്ലേ? ഞാനാണെങ്കിൽ ഇവിടെ വന്നിട്ട് എനിക്ക് ആരെയും പരിചയമില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്ന ആലോചിച്ച് നടക്കായിരുന്നു. അപ്പോഴാണ് നിന്നെ കണ്ടത്. ഓ, എനിക്ക് ക്ലാസ് അറിയാമെങ്കിലും ആരും കൂട്ടില്ലാണ്ട് നടക്കുമായിരുന്നു. അപ്പോഴാണ് ദിയനെ കണ്ടത്. പിന്നെ കുക്കി, അങ്ങനെ വിളിച്ചാൽ മതി. കുക്കിയോ? ഓ, ക്യൂട്ട്. എന്നോട് നല്ല അടുപ്പമുള്ളവരൊക്കെ അങ്ങനെ വിളിക്കാറ്. ഇനി മുതൽ ദിയ അങ്ങനെ വിളിച്ചാൽ മതി. ഓ, ഓക്കെ. അപ്പൊ ബാ കുക്കി, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അയ്യോ, എന്റെ മമ്മി. അയ്യോ കുക്കി, തന്റെ കണ്ണിലെന്താടോ? കണ്ണില്ലേ? നീ എന്ത് തേങ്ങയടി പറയണേ? സോറി, പറഞ്ഞ മറുപടി. തന്റെ മുഖത്തുണ്ടോടോ? കണ്ണില്ലേ? ഓ, സോറി, ഞാൻ ശ്രദ്ധിച്ചില്ല. ഓ, പിന്നെ ശ്രദ്ധിച്ചില്ല പോലും. തന്നെ പോലെ കുറെ എണ്ണങ്ങളുണ്ട് ബാക്കിയുള്ള മണ്ടയിലേക്ക് കയറാൻ. എടോ, സോറി, ഞാൻ അറിയാതെ. പിന്നെ അറിയാതെ? എനിക്കറിയാം തന്നെ പോലുള്ള ഒരു അസുഖം. ഡി മൈൻഡ് യുവർ വേർഡ്സ്. ഡീന്നോ? താൻ പോയി തന്റെ കെട്ടുകളോ ഡീന്നോ? ഓ, സോറി ബ്രോ. ഓ, ഇച്ച എന്നതിന് ഇയാളോടൊക്കെ സോറി പറയാൻ പോലെ. അവൻ കണ്ണുരുട്ടി പിടിപ്പിക്കണം. ഇതിനിന്ന് ഞാൻ ഓ തനിക്കിട്ടുള്ളത് ഞാൻ വെച്ചിട്ടുണ്ടോ? താൻ നോക്കിയിരുന്നു.